നമുക്ക് സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കാരണം നോൺ വെജ് ഐറ്റം ആയാലും വെജ് ഐറ്റം ആയാലും അതിൻ്റെ കറികൾക്കും അതുപോലെ മണവും രുചിയും കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മൾ ഗ്രാമ്പൂ, കറുവപ്പട്ട, കുരുമുളക്, അതേപോലെ തന്നെ ജാതിക്ക. ഇതൊക്കെ തന്നെ ജാതിക്കയൊക്കെ നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കുട്ടികൾക്കൊക്കെ അരച്ചു കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കഴിക്കുന്നതാണ്. അതേപോലെ കുരുമുളകായാലും നമുക്ക് തൊണ്ടവേദന, പനി, ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ കുരുമുളകും ചുക്കും ഒക്കെ ഇട്ടിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും. ഗ്രാമ്പൂ ആണെങ്കിൽ തന്നെ നമ്മുടെ വായൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും പല്ലുവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കറുവപ്പട്ടയാണെങ്കിലും നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ 4 എണ്ണവും കൂടെ ചേർത്തിട്ട് ഒറ്റ സുഗന്ധവ്യഞ്ജനം നമുക്ക് കിട്ടിയാലോ? ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിക്ക, കുരുമുളക്, ഇത് 4ഉം കൂടെ ചേർത്ത ഒരൊറ്റ സർവ്വസുഗന്ധി അല്ലെങ്കിൽ ഓൾ സ്പൈസസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി, 4ൻ്റെയും ഗുണവും മണവും രുചിയും എല്ലാം ഒത്തുചേർന്ന ഒരു ചെടി. അപ്പോൾ അതിൻ്റെ കായായാലും ഇലയായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇറച്ചി വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും മത്സ്യം ഉണ്ടാക്കുമ്പോഴും അതേപോലെ വെജ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും കേക്കുകൾ, പുഡിങ്ങുകൾ, ഇങ്ങനെ എന്തുണ്ടാക്കിയാലും നമുക്കതിന് ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാംഗോ മെഡോസിൻ്റെ ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, ഈ സർവ്വസുഗന്ധി ഉപയോഗിച്ചിട്ടുള്ളവർ, അതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവരോ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക.